ജനങ്ങൾ മടുത്തോ ഈ ഒരു ഭരണം? അതൊക്കെ മടുത്തു. അതുകൊണ്ടാണല്ലോ ഇപ്പം അവരവൻ്റെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത്. LDFിൻ്റെ വലിയ വലിയ ആളുകൾ തന്നെ UDFക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, BJPക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാർട്ടിക്കാരിയാണെങ്കിലും ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില ധാർഷ്ട്യം അതൊക്കെ ഈ സാധാരണ ജനങ്ങൾക്ക് പിടിക്കൂ? സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിൽ ഒരു ഭിന്നത ഇല്ലേ? അതൊക്കെ ഇവിടെ തോന്നലാന്നേ. അതൊക്കെ നിങ്ങൾ മറ്റുള്ളവർ ഭിന്നത ഉണ്ടാക്കുകയാണ്. നമുക്കറിയില്ല. അതൊക്കെ ജയിക്കും. CPM ഇവിടെ ആരും നിർത്തിയാൽ ജയിക്കും. ഇവർക്ക് ആ അരിവാൾ ചുറ്റിയ നക്ഷത്രം വോട്ട് ചെയ്യാൻ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക് നിയോജക മണ്ഡലത്തിൽ അറിയുള്ളൂ. ഇവിടുത്തെ വികസനം എന്താണ്, ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്കൊന്നും വേറൊരു ഭരണകക്ഷി ഉണ്ടെന്ന് അവരെയൊന്നും ജയിപ്പിക്കണമെന്നൊന്നുമില്ല. ഇവിടെ നിങ്ങൾ നിന്നാലും ജയിക്കും. അത്രയും മോശമായ ഒരവസ്ഥയാണ്. ഐ ഡോണ്ട് തിങ്ക് ഇനി ഭരണത്തുടർച്ച ഉണ്ടാവുമെന്ന് എനിക്ക് ഉണ്ടാവരുതെന്ന് ഞാൻ അത്രയും ഒരു മടുക്കാൻ കാണും. വി ആർ ടോട്ടലി ഫെഡ് അപ്പ് വിത്ത് ഇറ്റ്. മോനെ, എന്തൊക്കെ നോക്കിയിട്ടാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുക? നിങ്ങൾ യൂത്ത് നമസ്കാരം. മറുനാടൻ മലയാളിയുടെ ഇലക്ഷൻ സർവേ ആലത്തൂരിൽ എത്തിയിരിക്കുകയാണ്. ആലത്തൂരിൽ എങ്ങനെയാണ് ജനങ്ങൾ ഈ ഒരു ഇലക്ഷൻ നോക്കിക്കാണുന്നത്? ആർക്കായിരിക്കും വിധി എഴുതുക? ആലത്തൂര് മാറ്റമുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്നിരുന്നാലും ഈ സ്ഥാനാർത്ഥി ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥി TM ശശി എന്ന് പറയുന്നവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറിപ്പോയ ഒരാളാണ്. അപ്പോൾ ഇത് നിലവിലുള്ള MP MLA പ്രസേനന് തന്നെ കിട്ടും എന്നൊരു സാധ്യത എല്ലാവരും കണ്ടിരുന്നു. അപ്പോൾ പ്രസേനന് കൊടുക്കാതെ ഈ TM ശശിക്ക് കൊടുത്തതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ചെറിയൊരു അതൃപ്തി, ഭിന്നത എന്ന് പറയാനില്ല. കാരണം ഈ TM ശശി ഇവിടെ വരേണ്ട ആളല്ല. അയാൾ ജില്ലാ പഞ്ചായത്തിലേക്ക് നേരത്തെ തന്നെ ഇയാളെ പറഞ്ഞു വിട്ടതാണ്. ഒന്നുമില്ല, പിന്നെ പ്രസേന തന്നെ കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പറഞ്ഞാൽ ഇയാൾക്ക് കൊടുത്തതിൽ ഒരു ചെറിയ അമർഷം പാർട്ടിക്കുള്ളിലുള്ള ആൾക്കാർ ഇലക്ഷന് പ്രതിഫലിക്കും. ഈ 33,000 വോട്ടിൽ അത് എത്രത്തോളം പ്രതിഫലിക്കുന്നുള്ളത് കുറവായിരിക്കും സാർ. BJP വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ടോ? ആദ്യ ഇപ്രാവശ്യം ഈ ആലത്തൂർ മണ്ഡലത്തിൽ BJPക്ക് ഒരു വോട്ട് എപ്പോഴും താഴ്ന്നു തന്നെയിരിക്കും സാർ, താഴ്ന്നിരിക്കും. ഇവിടെ BJPക്ക് നേതൃത്വ സ്ഥാനമൊന്നും അങ്ങനെ വലുതായിട്ടില്ല. അതുകൊണ്ട് കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യത പാലക്കാട് പോലെ കിട്ടുന്ന ഒരു സ്ഥലമല്ല. തരൂർ കിട്ടും. തരൂർ BJPക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷേ ആലത്തൂരില്ല. കാരണം തരൂർ പുതുക്കോടൊക്കെ വരുന്ന ആ ഏരിയ ബെൽറ്റിൽ BJPയുടെ സ്വാധീന മേഖലകളാണ്. ആലത്തൂർ അങ്ങനെ ഒരു BJP പിന്നെ വലുതാകുന്ന ഒരു ഏരിയ അല്ല. ആലത്തൂരിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളൊക്കെ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ? കുഴപ്പമില്ല. പക്ഷേ കേരളത്തിൻ്റെ ഭരണം വെച്ച് നോക്കുമ്പോൾ ശബരിമല കൊള്ള, പിന്നെ അഴിമതി, സ്ത്രീകൾക്കുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഭരണം മോശം തന്നെയാണ്. പക്ഷേ ആലത്തൂർ മണ്ഡലത്തിൽ LDF സർക്കാർ കുഴപ്പമില്ല. പ്രസിഡന്റിൻ്റെ വർക്ക് നല്ല തന്നെയാണ്. സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കും. കുഴപ്പമില്ല, ശശിധരൻ ജയിക്കും. കേരളത്തിൽ മൊത്തം എങ്ങനെയാണ്? കേരളത്തിൽ മൊത്തം ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് UDF തരംഗമാണ്. ഇനി ജനവിധി അറിയും. ജനങ്ങൾ മടുത്തോ ഈ ഒരു ഭരണം? അതൊക്കെ മടുത്തു. അതുകൊണ്ടാണല്ലോ ഇപ്പം അവരവൻ്റെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത്. LDFിൻ്റെ വലിയ വലിയ ആളുകൾ തന്നെ UDFക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, BJPക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇവരൊക്കെ LDFിൻ്റെ മെയിൻ ആളുകളാണ്. ചേച്ചി ഇടതുപക്ഷ അനുഭവിയാണോ? ആണോ? അതെ. ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി നിർണയിച്ചപ്പോൾ തന്നെ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഇല്ലായിരുന്നു TM ശശിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ? ഞങ്ങൾക്ക് അങ്ങനെ പറയാനില്ല. ഇവിടെ MLA മാറ്റണ്ടായിരുന്നു എന്നൊക്കെ ഒരു അഭിപ്രായം ഇല്ലായിരുന്നു? MLA മാറ്റുന്നത് ഞങ്ങൾക്കിപ്പോൾ പ്രസേനൊക്കെ നല്ല കാഴ്ചയാണ് ഞങ്ങളുടെ ഇവിടെ ആലത്തൂർ മണ്ഡലത്തിൽ വെച്ചിരിക്കുന്നത്. അത് കാരണം കൂടി ഞങ്ങൾക്ക് കുഴപ്പമില്ല. പാർട്ടി ജയിക്കും എന്ന് തന്നെയാണ് ജയിക്കുന്നു. പാർട്ടിക്കാരിയാണെങ്കിലും ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചില ധാർഷ്ട്യം അതൊക്കെ ഈ സാധാരണ ജനങ്ങൾക്ക് പിടിക്കൂ? അതറിയില്ല, എനിക്ക് അതറിയില്ല. എങ്കിലും ചോദിക്കുകയാണ്, ഈ പലപ്പോഴും പല പ്രസംഗങ്ങളിലും ഒക്കെ വളരെ അതിഥി വിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. അതിനെക്കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല. രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരായിരുന്നു. എന്ത് നോക്കിയാ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ വോട്ട് ചെയ്തു. ഞങ്ങൾ ചെറുപ്പം മുതലേ അതിൽ തന്നെ വോട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ ആയിപ്പോയി, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് തെറ്റേതാ ശരിയേതാണെന്ന് നമ്മൾ നോക്കിയിട്ട് വേണ്ട ഇതൊക്കെ പ്രവർത്തിക്കാൻ. ഇല്ല, ഞങ്ങൾ അച്ഛനും അമ്മയായിട്ടുള്ള കാലം മുതൽ ഈ LDF ചെയ്തിരിക്കണം. അതുപോലെ ഞങ്ങളും ചെയ്തു പോയിരുന്നു. LDF ഒരു മോശം പ്രവൃത്തി ചെയ്താലും അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്?
മോശമാണെങ്കിലും അങ്ങനെ പറയാം കെട്ടതാണെങ്കിലും ഞങ്ങൾ അതിൽ തന്നെ ഉറച്ച് ചെയ്തു പോയില്ലേ, ഇനി മാറ്റാൻ അതാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് അതാണ്. ആലത്തൂരിന്റെ ഒരു രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ LDF തന്നെ ഉറപ്പാണ് 100%. ആ എന്താ ഇത്ര ആത്മവിശ്വാസത്തോടെ പറഞ്ഞു? ആത്മവിശ്വാസം പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തിൻ്റെ ഇത്രയും ജനസേവന പ്രവർത്തനങ്ങൾ, നല്ല രീതിയിലുള്ള മറ്റേ ഇടപെടലുകൾ ജനങ്ങളായിട്ട്, മറ്റേ വികസന പരിപാടികൾ, അങ്ങനെയെല്ലാം അങ്ങനെ ഒട്ടനവധി നിരവധി പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചതിൽ ഒരു ഭിന്നത ഇല്ലേ? അതൊക്കെ വെറും തോന്നലാന്നേ. അതൊക്കെ ഞങ്ങൾ മറ്റുള്ളവർ ഭിന്നത ഉണ്ടാക്കുകയാണ്. നമുക്കറിയില്ല, അതൊക്കെ ജയിക്കും. CPM ഇവിടെ ആരും നിർത്തിയാലും ജയിക്കും. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു വികസനങ്ങളൊക്കെ ഉണ്ടോ? ഇതൊക്കെ നോക്കിയായിരിക്കും വോട്ട് കൊടുക്കുക. ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥികൾക്കനുസരിച്ച് വോട്ട് കൊടുക്കും. എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ? കുഴപ്പമില്ല. ആലത്തൂരിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് വികസനം? ഈ റോഡൊന്ന് റെഡിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ആലത്തൂരിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. എന്താണ് ഇവിടെ ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും വരുന്നതാണ്. അവരുടെയൊക്കെ ഒരു അഭിപ്രായം നമുക്ക് ഒന്ന് തേടാം. എന്തൊക്കെ നോക്കിയിട്ടായിരിക്കും വോട്ട് കൊടുക്കുക? നമുക്കിപ്പോൾ ഇതുണ്ടാവില്ലേ, നമ്മുടെ റോഡും ഇതൊക്കെ ഇതായിട്ടിരിക്കില്ല, അപ്പം അതൊക്കെ അവർ നേരാക്കോ ഇല്ല, അങ്ങനെയൊക്കെ അതൊക്കെ നോക്കിയിട്ട് നമ്മളെല്ലാം നോക്കിയിട്ട് ചെയ്യായിരിക്കും വോട്ട്. വികസനങ്ങൾ എങ്ങനെ വരും നോക്കിയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുന്നതാണ്. വിദ്യാർത്ഥികളാണ്, നിങ്ങൾക്കറിയാം ഈ പഴയ പോലെ രാഷ്ട്രീയത്തിൽ കള്ളത്തരങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. ഇല്ല ഇല്ല, അത് ഉണ്ട്, കൂടുതലും ഉണ്ട്, എന്നാലും കുറയ്ക്കണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ഈ സോഷ്യൽ മീഡിയ ഇവരെയൊക്കെ തിരുത്തുന്നുണ്ടല്ലേ? തീർത്തിട്ടുണ്ട് കുറച്ചൊക്കെ. അതായത് നമ്മളിപ്പോൾ അതിന് കള്ളത്തരങ്ങളൊക്കെ അറിയുമ്പോൾ അവർ കുറച്ചൊക്കെ ഇതായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു MLA ആയിട്ട് വരുന്ന ആളോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്ത് ആവശ്യമാണ് പറയാനുള്ളത്? വികസനമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീകളുടെ സുരക്ഷയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്തായിരിക്കും? നമുക്ക് പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ ഇപ്പോൾ വൃത്തിഹീനമായിട്ട് ഇരിക്കുകയല്ല, അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇതാക്കണം എന്നുണ്ട്. സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. അതെ, ഒരു ഇതും നോക്കണ്ട, അവിടെ TMS ശശി ജയിക്കും. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ അണികൾക്കിടയിൽ ഉണ്ടായില്ലേ, ഒരു അഭിപ്രായ ഭിന്നതയൊക്കെ? സത്യം പറയുന്നത് എൻ്റെ അറിവിൽ അങ്ങനത്തെ അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇവിടെ തൊട്ട് അത്യാവശ്യം ആളുകൾ പറഞ്ഞിട്ടില്ല. ശശിയേട്ടൻ ജയിക്കും. കാരണം പാർട്ടിക്ക് വേരോട്ടുള്ള മണ്ണാണ് ഒന്ന്. രണ്ട് പുറത്തെ വികസന പ്രവർത്തനങ്ങൾ അടിത്തറയുണ്ട് ഇവിടെ 100%. ആലത്തൂർ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആലത്തൂർ തരൂരൊക്കെ പാർട്ടിക്ക് നല്ല വേരോട്ടുള്ള മണ്ണുകളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നല്ല വികസന പ്രവർത്തനങ്ങൾ KD പ്രസന്ന MLA, ഇതിന് മുന്നുള്ള MLA ഉണ്ടല്ലോ, ആൾ നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ്. നമ്മൾ നിങ്ങൾ ജസ്റ്റ് തൊട്ടൊരു 150-200 മീറ്റർ പോയ താലൂക്ക് ആശുപത്രി ഉണ്ട്, നല്ല വികസനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് അപ്പുറത്ത് തന്നെ ഒരു തൂക്കുപാലങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ തരൂർ മണ്ഡലത്തിലാണെങ്കിൽ അതിൻ്റെതായ ഒരു പാർക്ക്, മിനി പാർക്ക് വന്നിട്ടുണ്ട്. ഇതവിടെയാണ് ഇപ്പോൾ ഇനി ഈ സോദി ജംഗ്ഷൻ മുതൽ ഇവിടം വരെ കോട്ട് റോഡ് വരെയുള്ള വികസന പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കുന്ന ഈ സ്റ്റാൻഡിൽ തന്നെ ഈ സ്ത്രീകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടും ഫീഡിംഗ് റൂം കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പഴയ ഒരു കെട്ടിടമായിരുന്നു, ബാത്ത് ടോയ്ലറ്റൊക്കെ, അതൊക്കെ പൊളിച്ച് പുതിയത് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ ചെയ്ത കാരണം കൊണ്ടും ഈ അടുത്ത പ്രാവശ്യം ഈ മണ്ഡലം ഈ വരുന്ന ഇലക്ഷനിലും കൈവിട്ട് പോയില്ല, നല്ല ഭൂരിപക്ഷം കൂടുതലായിട്ട് ജയിച്ച് മുന്നോട്ട് വരും. ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം അങ്ങനെയൊക്കെയുള്ള ഇപ്പോഴത്തെ പ്രസംഗത്തിൽ തന്നെ നമ്മൾ കണ്ടല്ലോ. ഇല്ല, അത് നമ്മൾ ആ പ്രസംഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രസ് മീറ്റിംഗ് അതിന് മുഖ്യമന്ത്രിയും പറഞ്ഞു, ആ ആളും പറഞ്ഞു, ആര് ചോദ്യം ചോദിച്ച ആളും പറഞ്ഞു തെറ്റെൻ്റെ ഭാഗത്താണെന്ന് ചോദ്യം ചോദിച്ച ആൾ പറഞ്ഞു. ഭരണ തുടർച്ച ഉണ്ടാവും അല്ലേ? അങ്ങനെയാണോ? തീർച്ചയായിട്ടും, സംശയം വേണ്ട, അതിൽ 100% സംശയം വേണ്ട. സർക്കാരിനെ കുറിച്ചിട്ട് ഒരുപാട് ഉപദ്രവമുണ്ട്, സഹായമുണ്ട്, അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? അതുണ്ട്, അത് വേണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഇപ്പോൾ രണ്ട് ഇതായില്ലേ, ഭരണമാറ്റം ആവശ്യമാണ്. എങ്ങനെയുണ്ട് ഇവിടെ ആലത്തൂർ? എങ്ങനെയുണ്ട് ആലത്തൂർ? എനിക്ക് അത്ര ഇതില്ല, എന്നാലും ഐ ഡോണ്ട് തിങ്ക് ഇനി ഭരണ തുടർച്ച ഉണ്ടാവുമെന്ന് എനിക്ക് ഉണ്ടാവരുതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് അത്രയും ഒരു മടുക്കാൻ കാരണം? വി ആർ ടോട്ടലി ഫെഡ് അപ്പ് വിത്ത് അയാളുടെ സ്റ്റൈൽ ഓഫ് വർക്കിംഗ്, സംസാരം, ദാസ്യം, ഒരാളെ മാത്രമല്ല മൊത്തം ദാസ്യമാണ്. അതുകൊണ്ട് ഭരണ തുടർച്ച വേണ്ട. അതാണ് സാധാരണക്കാരനെന്ന നിലയിൽ താങ്കളുടെ ആഗ്രഹം. എൻ്റെ മോനെ, എന്തൊക്കെ നോക്കിയിട്ടാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുക? നിങ്ങൾ യൂത്താണ്. വികസനമാണ് വേണ്ടത്. എന്ത് വികസനമാണ് ഇപ്പോൾ ആലത്തൂർ വേണ്ടത്? റോഡ്, മക്കൾക്ക് ഒന്ന് ആസ്വദിക്കാൻ, എൻജോയ് ചെയ്യാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ വേണ്ടോ? കളിസ്ഥലം, അതാണ് ഞങ്ങളുടെ അവിടെ ഇല്ലാത്തത്. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്?
ഞങ്ങൾക്ക് ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ തന്നെ. MLA തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ നോക്കുക? എല്ലാ കാര്യവും നോക്കണമല്ലോ, നല്ല MLA തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. നിലവിലെ കേരളത്തിലെ ഭരണത്തെ, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇവർ ഒരു പക്ഷത്തിന് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. ഒരു പക്ഷത്ത് പറയുമ്പോൾ കുടുംബത്തിൽ തന്നെ 2 പക്ഷങ്ങളാണ്, അത് UDF LDF. എങ്കിലും ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ല ഭരണമാണോ അതോ മോശമാണോ? അങ്ങനെയൊക്കെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പോൾ ആര് ഭരിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ പോവുള്ളൂ. അല്ലാണ്ട് ഇന്നത് ചെയ്യും ഇന്നത് കാട്ടി അങ്ങനെ പറയാൻ പറ്റില്ല. ആര് ഭരിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പോവുള്ളൂ. ആലത്തൂരിലെ താലൂക്ക് ഓഫീസിന് മുന്നിലുള്ള ടാക്സി സ്റ്റാൻഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ചേട്ടാ, ആലത്തൂരിൻ്റെ ഒരു എന്താണ് രാഷ്ട്രീയം? വികസനമൊന്നും ഇല്ലെന്നേ, ഇവിടെ തീരെ വികസനമൊന്നുമില്ല. ഇവിടെ വർഷങ്ങളായിട്ട് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് മാത്രമേ, ഇവർക്ക് ആ അരിവാളും ചുറ്റിയ നക്ഷത്രം വോട്ട് ചെയ്യാൻ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക് നിയോജക മണ്ഡലത്തിൽ അറിയുള്ളൂ. ഇവിടുത്തെ വികസനം എന്താണ്? ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്കൊന്നും ഇത് വേറൊരു ഭരണകക്ഷി ഉണ്ടെന്നും അവരെയൊന്നും ജയിപ്പിക്കണമെന്നൊന്നുമില്ല. വർഷങ്ങളായിട്ട് ആകെ നിന്നത് ഇയാളാണ്, AV ഗോപിനാഥാണ് ഇവിടെ ജയിച്ചത്. അയാൾ കാണിച്ച പണി കണ്ടില്ലേ? അയാൾ പെരുങ്ങോട്ടുകുറിശി ചെയ്ത പണി കണ്ടില്ല? അയാൾ അവിടുന്ന് പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരിച്ച ആളാണ്. അദ്ദേഹം പോയിട്ട് CPM-ൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ അയാളുടെ അഡ്രസ്സില്ലാത്ത പാർട്ടി അയാൾ, പെരുങ്ങോട്ടുകുറിശിയിലുള്ള ആൾ. ഇവിടെ ഒരു കാരണവശാലും ഇവിടെ നിങ്ങൾ നിന്നാലും ജയിക്കും. അത്രയും മോശമായ ഒരവസ്ഥയാണ്. ഇവിടെ അത്ര വലിയ വികസനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ താലൂക്കിൻ്റെ ഹെഡ്ക്വാർട്ടറിലൊരു മൂത്രപ്പരയില്ല. അതിനകത്ത് ആൾക്കാർ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് സ്ത്രീകൾക്കൊന്നും മൂത്രമൊഴിക്കാനോ ഒന്നിനും യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ 139 സീറ്റിലും BJP-യോ കോൺഗ്രസോ ജയിച്ചാലും ഇവിടെ CPM മാത്രമേ ജയിക്കുള്ളൂ. ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. അപ്പം ഈ ആളുകളൊന്നും മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇവിടെ മാറ്റം വരണമെങ്കിൽ കുറേ കാലം എടുക്കും. BJP-യോ അല്ലെങ്കിൽ വേറൊരു കക്ഷി ജയിക്കണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. ഇവിടെ ഈ കാസ്റ്റൊക്കെ നോക്കിയിട്ടാണ്. SNDP ആണ് ഇവിടെ കൂടുതലുള്ളത്. അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ കുറേ മുസ്ലിങ്ങളും എല്ലാം ഇടതുപക്ഷത്തിന് തന്നെ വോട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ ഇവരൊന്നും മാറി ചിന്തിക്കും, പക്ഷേ ജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഒരു കാരണവശാലും ഇവിടെ മറ്റു പാർട്ടി ജയിക്കില്ല. രമ്യ ഹരിദാസിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, നന്നായിരുന്നു. അതുകൊണ്ട് ഒരു തവണ അവർ ജയിച്ചു. പിന്നെ തൊട്ടടുത്ത തവണ അവർ നിന്നപ്പോൾ കണ്ടില്ലേ, അവർ മോശമായ അവസ്ഥയാണ്. മരിച്ച വീടുകളിലൊന്നും അവർ പോവില്ല. അവരുടെ കല്യാണത്തിലൊന്നും വിളിച്ചാൽ അവർ അങ്ങോട്ട് പോകാറില്ല. രണ്ടാമത്തെ തവണ അവർ തോൽപ്പിച്ചില്ല. പിന്നെ അവരുടെ മെൻറ്റാലിറ്റി മാറിയപ്പോഴുള്ള ചേലക്കരയിലും തോറ്റുപോയല്ലോ. നല്ല അവിടെയും ജയിക്കൊന്നുമില്ല സ്ത്രീ. അവരുടെ മനസ്ഥിതി അങ്ങനെയാണ്. അതായത് ജനങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം, അതും ഉണ്ടാവാറില്ല. ഇവിടെ LDF തന്നെ വരുള്ളൂ. UDF കാര്യമായിട്ട് ഇവിടെ ആളില്ല, പ്രവർത്തിക്കാനുമില്ല. ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ അവർ വരുള്ളൂ. LDF വലുതായിട്ട് ഇവിടെ കാര്യമായിട്ട് പ്രവർത്തനം നടത്തിയിട്ടില്ലെന്ന് പറയുന്നു. പ്രവർത്തനം അല്ല, അവർക്ക് നല്ല അടിത്തറയുണ്ട് ഇവിടെ. LDF-ന് പറഞ്ഞപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ അവരുടെ കീഴിലാണ്. അതുപോലെ ഇപ്പോൾ സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, പെട്രോൾ പമ്പുകൾ, അങ്ങനെ തൊഴിൽപരമായിട്ട് കുറേ ആൾക്കാർ LDF-ൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. അത് കാരണം അവർക്ക് നല്ല അടിത്തറയാണ്. അതുകൊണ്ട് അവർക്കാണ് കൂടുതൽ ഇവിടെ ചാൻസ്. അതന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ LDF-ൻ്റെ കാണുന്ന പോസ്റ്റ് കംപ്ലീറ്റ് LDF-ൻ്റെ അതന്നെ വിജയം എന്നെ സംബന്ധിച്ചിട്ട് അതന്നെ വരുള്ളൂ എന്നാണ് ഉറപ്പ്. വരണം. ഒരുപാട് CPM ഭരിക്കുന്ന സ്ഥാപനങ്ങൾ, അവർ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ആലത്തൂരിലുണ്ട്. അതുകൊണ്ട് CPM-ന് ഒരു വലിയ അടിത്തറ തന്നെ ആലത്തൂരിലുണ്ട് എന്നാണ് പറയുന്നത്. അത് പൊളിക്കുക അത്ര എളുപ്പമല്ല. മാറി ചിന്തിക്കണമെന്ന് തോന്നിയാൽ തന്നെ അത് ഒരുപാട് സമയമെടുക്കുമെന്നുമാണ് പറഞ്ഞു വരുന്നത്.